ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യാസമായിട്ട് നമ്മൾ ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോണിയുടെ ഒരു പ്രൊഫഷണൽ ക്യാമറയാണ്. അതായത് സോണി A7 IV, അതായത് A7 Mark IV. അതിൻ്റെ കൂടെ സിഗ്മയുടെ 24-70 F2.8. ഇത് ഒരു എന്താ പറയുക, ഇപ്പോൾ ജസ്റ്റ് റിലീസായ ഒരു മോഡലല്ല, കറണ്ട് റണ്ണിങ് മോഡലാണ്. അപ്പോൾ ഇതാണ് ആ രണ്ട് പ്രോഡക്ട്സ്. അപ്പോൾ ഇത് 1 by 1 നോക്കാം. ഇത് സോണിയുടെ A7 IV, അതായത് Mark IV. ഇത് 2021 എൻഡിൽ അനൗൺസ് ചെയ്തതാണ്. 2022 സ്റ്റാർട്ടിംഗ് തൊട്ട് അവൈലബിൾ ആണ്. അപ്പോൾ സോണിയുടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു സൂപ്പർ പാക്കിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. വാറണ്ടി കാർഡ് ഉണ്ട്, സോണിയുടെ ഇൻ്റർനാഷണൽ വാറണ്ടി. ഇത് ജംബോ ഡീലർഷിപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിലും പാകിസ്ഥാൻ, ഫിലിപ്പീൻസിൽ കൊടുത്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ വാറണ്ടി. 1 year വാറണ്ടിയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രൗസേഴ്സ് പല ഭാഷയിലുള്ളതുണ്ട്. ജപ്പാനീസ്, അറബിക്, പിന്നെ ഇംഗ്ലീഷ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് ഗൈഡ്. ഇതെന്താ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ നെക്ക് സ്ട്രാപ്പാണ് പറഞ്ഞത്. പിന്നെ അതിൽ ചാർജറുണ്ട്. ഇത് കേബിൾ കുത്തിയിട്ടുള്ള ചാർജർ കേട്ടോ, അല്ലാണ്ട് പ്ലഗിൽ ഡയറക്റ്റ് കുത്തുന്നതല്ല, USB സൈഡ്. പിന്നെ ബാറ്ററി, പിന്നെ 3 ടൈപ്പ് പ്ലഗ്. ഇത് ഇന്ത്യൻ സ്റ്റൈലും അതേപോലെ ഇവിടുത്തെ UAE സ്റ്റൈലൊക്കെ ഉള്ളത്. പിന്നെ USB to Type-C ചാർജ് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ആ ഒരു ക്യാമറ. സോണി A7. ഫസ്റ്റ് ഇതിൻ്റെ മുന്നത്തെ വെർഷൻസിനൊക്കെ ഇവിടെ 1, 2 എന്നൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തൊട്ട് ഇതിൽ വരുന്നത് ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്, Alpha 7 IV എന്ന്. ഇതിൻ്റെ പ്രീവിയസ് വെർഷനിൽ നിന്ന് വ്യത്യസ്തമായ ഇതിൽ പിന്നെ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്ക്രീൻ. പിന്നെ ഈ ഓപ്ഷൻസിൽ ഇതിൽ സ്പെഷ്യൽ ഇത് ക്യാമറ മോഡ് തന്നെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോയ്ക്കൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ പുതിയ 33 ഫുൾ ഫ്രെയിം XR ബാക്ക് ഇല്യൂമിനേറ്റഡ് CMOS സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബയോണിക്സ് XR ഇമേജ് പ്രോസസ്സിംഗ് എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലെ ISO എന്ന് പറഞ്ഞത് ISO അപ് ടു 2,04,800 വരെ സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണേ, 15 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചോട് കൂടിയിട്ട്. പിന്നെ 5 ആക്സിസ് ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷനാണുള്ളത്. പിന്നെ ഇതിൽ റിയൽ ടൈം ഓട്ടോ ഫോക്കസ് ഉണ്ട്. അത് ഹ്യൂമൻ, ആനിമൽസ്, ബേർഡ്സ്, അങ്ങനത്തെ എല്ലാ സംഭവവും ഇതിൽ കവറാവുണ്ട്. ഇപ്പോൾ പുതിയത് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ആയതിൽ പിന്നെയുണ്ട് ഇൻസെക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ അപ്ഗ്രേഡേഷൻ വരുന്നു വിചാരിക്കുന്നു. ഇത് 4K 60p, പിന്നെ 10-bit 4.2.2 കോഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഇതിലത്തെ 4K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി 7Kയുടെ ഒരു സെൻസറാണ് ഉള്ളത്. അതിൽ നിന്ന് അവർ ഓവർ സാമ്പിളിങ് ചെയ്തിട്ടാണ് 4K കാണിക്കുന്നത്. പിന്നെ S-Cinetone, S-Log 3, HLG ഇങ്ങനത്തെ പല ക്രിയേറ്റീവ് ലുക്ക് പ്രീസെറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മൂവി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് മാപ്പ്, ബ്രീത്തിങ് കോമ്പൻസേഷൻ, AF അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പല സംഭവങ്ങളും ഇതിലുണ്ട്. കമ്മ്യൂണിക്കേഷന് പല പോർട്ടുകളുണ്ട്. HDMI ഫുൾ, പിന്നെ Type 3, പിന്നെ നോർമൽ. ഇതിൽ ഹെഡ്ഫോൺ ജാക്ക്, ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഡയറക്റ്റ് ഇതെടുക്കാനുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. 2 കാർഡ് ഇടാം നമുക്ക്. പ്രൊഫഷണൽ ക്യാമറ ആയതുകൊണ്ട് 2 ഇടാം. ഇതിൽ തൽക്കാലം ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുള്ളൂ. ഇത് നമുക്ക് ലെൻസ് പരിചയപ്പെടാം. സിഗ്മയുടെ 24-70mm F2.8 DGDN. ഇത് 2019 റിലീസായിട്ടുള്ളതാണ് ഈ മോഡൽ. അതാണ് ഈ നമ്പർ കൂടെ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ
പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ഇയർ അല്ല, ഈ പ്രോഡക്റ്റ് എന്നാ റിലീസ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. ഇത് DGDN എന്ന് പറഞ്ഞാൽ DG എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിം, DG എന്ന് പറഞ്ഞാൽ APS-C സെൻസർ. അപ്പോൾ ഫുൾ ഫ്രെയിമിൻ്റെ ആണ്. F2.8 നല്ല ബൊക്കെ ഇതൊക്കെ ഇതിൽ കിട്ടും. പിന്നെ ഇവരുടെ ആർട്ട് ലൈനാണ്. ഇവർക്ക് 3 ഇതാണുള്ളത്: ആർട്ട് ലൈൻ, കണ്ടംപററി, സ്പോർട്സ്. അല്ലെങ്കിൽ ആർട്ട് ലൈനാണ് ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെൻസുകളൊക്കെ വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി, അതേപോലെ പെർഫോമൻസ് ഒക്കെ ഉള്ളത്. പിന്നെ ഇത് തുറക്കണമെങ്കിൽ മുന്നേ ഒരു കാര്യം പറയാം. ഈ ലെൻസിൻ്റെ തുടക്കത്തിലുള്ള വെർഷൻ, അതായത് ആദ്യം ഇറങ്ങിയ കുറച്ച് മോഡൽസിൽ എന്തോ ഒരു ഡസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡസ്റ്റ് പെട്ടെന്ന് ഉള്ളിൽ കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് സീരിയൽ നമ്പർ നോക്കിക്കോളൂ എപ്പോഴെങ്കിലും സെക്കൻഡ് ഹാൻഡൊക്കെ വാങ്ങും. പക്ഷെ അത് സിഗ്മ അവർ ഫ്രീ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനൊക്കെ കൊടുത്തിരുന്നു. അത് 5-6 ഏതോ സ്റ്റാർട്ടിൽ വരുന്ന കുറച്ച് ലെൻസുകളായിരുന്നു അത് സീരിയൽ നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ ഈവൻ ദോ ഇത് പഴയതാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോഴുണ്ടെങ്കിലും അതൊക്കെ റെക്ടിഫൈ ചെയ്ത് തരും സിഗ്മ. അപ്പോൾ ഇതിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ബ്രൗസേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രാപ്പ്. പിന്നെ ഇത് വരുന്നത് തന്നെ ഒരു സൂപ്പർ ബാഗിലാണ്, ലെൻസ് കൊണ്ടുപോകാൻ തന്നെ. പിന്നെ ലെൻസ് കൊണ്ടുപോകാൻ ഒരു ബാഗ് ചിലപ്പോൾ വേണ്ടി വരുമെന്ന് തോന്നുന്നു നമുക്ക്. എന്താ വെച്ചാൽ ഇതിന് 750 ഗ്രാമോളം ഭാരമുണ്ട്. സംഭവം സോണിയുടെ G മാസ്റ്റർ സൂപ്പറാണ്, ഇതിൻ്റെ ഇരട്ടി വിലയാണ് എന്നൊക്കെ പറഞ്ഞാലും റിയലി സ്പീക്കിംഗ് ഈ ലെൻസ് നമ്മളെടുത്ത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലേ, അതൊരു ഭയങ്കര ക്വാളിറ്റി തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷനാണ്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. പിന്നെ ആർട്ട് ലൈൻ ഇവിടെയും ആ ഇയർ അവരടിച്ചിട്ടുണ്ട്. ഇതാണ് 24-70. പിന്നെ ഇതിൽ 2 സ്പെസിഫിക് ബട്ടൺസൊക്കെ ഉണ്ട്. എഫ് ലോക്ക്, പിന്നെ ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ്. പിന്നെ ഇതിൽ ആർട്ട് ലൈൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെൻസിൻ്റെ ഒരു 850 ഗ്രാമിലധികം ഭാരമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫുൾ ഓപ്പൺ ആകുമ്പോൾ ഇത്രയും ലെങ്ത് വരും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഫൂട്ടേജ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. സോണി A7 Mark IV ഒരു ഹൈബ്രിഡ് ക്യാമറയാണ്, നിങ്ങൾക്ക് അറിയാലോ. അതിൽ S വെർഷൻ സെൻസിറ്റിവിറ്റി വീഡിയോയ്ക്കുള്ളതും R വെർഷൻ ഫോട്ടോഗ്രാഫിക്കുള്ളത്. ഇതിപ്പോൾ 2021 ഇറങ്ങിയത്. അതിൻ്റെ നെക്സ്റ്റ് വെർഷൻ ചിലപ്പോൾ 2024 എൻഡിലോ അല്ലെങ്കിൽ 2025 സ്റ്റാർട്ടിങ്ങിലോ വരാം. പിന്നെ ഒരു സെപ്പറേറ്റ് മെമ്മറി കാർഡും ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അതായത് എക്സ്ട്രീം പ്രോ HDX CUH1 കാർഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റൈറ്റിംഗ് സ്പീഡ് 140 Mbps ആണ്. റീഡ് 200 MB/s. അതെന്താ വെച്ചാൽ ഇതിലത്തെ പല ഫങ്ഷണാലിറ്റികൾക്കും നമ്മൾ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് 4Kയിലെ പല വെർഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത് തന്നെ ചിലതിൽ പറ്റില്ല. ഇതൊരു മിനിമം റേഞ്ചാണ്. ഇതിൻ്റെ മുകളിലുള്ള കാർഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ 2 സ്ലോട്ടിൽ ആ ഒരു 2 സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ സെറ്റപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ A7 C2 ഇറക്കിയിട്ടുള്ളത്. ഇതിനെ വിട്ട് കുറച്ചും കൂടി ഇൻഫോർമേഷൻ ഒരു AI പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട് സെപ്പറേറ്റ്. അപ്പോൾ അത് ഈ ഫ്രെയിംസൊക്കെ മോണിറ്റർ ചെയ്യും. പിന്നെ ഓട്ടോ ഫോക്കസ് കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വെർഷനിലൊക്കെ ചിലപ്പോൾ അത് ഇൻക്ലൂഡ് ആവും. പക്ഷെ ഒരു പക്ഷേ ഇതിൽ എന്തായാലും ആ ഹാർഡ്വെയർ ഇവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല എഞ്ചിൻ. ബട്ട് സോഫ്റ്റ്വെയർ ലെവലിലുള്ള അപ്ഗ്രേഡ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത് സോണിയിലത്തെ നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കൾ വഴി. ഇത് ഒരു ആകസ്മികമായിട്ട് നമുക്ക് അൺബോക്സിങ്ങിന് കിട്ടിയതാണ്. പിന്നെ ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻ്റ് ഇടൂ. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.